ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും കപ്പിനും ചുണ്ടിനുമിടയിൽ മറ്റൊരു കിരീടം കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര നിരാശയിലാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും. ഈ ഒരു സൂപ്പർ കപ്പെങ്കിലും ഫസ്റ്റത്തെ 2 കളി അടുപ്പിച്ച് ജയിച്ചപ്പോൾ എടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ വീണ്ടും എന്താണെന്നറിയില്ല, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണോ അതോ കളിക്കാത്തതുകൊണ്ടാണോ എന്താ പ്രശ്നം എന്നറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം എല്ലാ സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. കാരണം എന്താ അറിയോ, 2017 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൻ്റെ രണ്ടാം പാദത്തിൽ ആദ്യ പാദത്തിൽ PSG 5-0 ബാഴ്സലോണയെ തോൽപ്പിച്ചു, 4-1. രണ്ടാം പാദത്തിൽ ബാഴ്സലോണയ്ക്ക് ജയിക്കാൻ 5 ഗോൾ വേണം. അപ്പോൾ ബാഴ്സയുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. ഒന്നെങ്കിൽ അല്ലെങ്കിൽ മരിക്കുക. എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, സുവാരസ്, പിക്കെ, ഇനിയസ്റ്റ തുടങ്ങി എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ എതിർ ടീമിൽ വലിയ കൊമ്പന്മാരായിരുന്നു. മത്സരം ആരംഭിച്ചത് മുതൽ ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് വാശിയോടെ കളിക്കുകയായിരുന്നു. അങ്ങനെ 1, 2, 3, 4, 5 ഗോളുകൾ വീണ് ലാസ്റ്റ് 1 ഗോളും കൂടെ വേണം, എന്നാൽ മാത്രമേ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് സെമി ഫൈനലിലേക്ക് കടക്കുള്ളൂ, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടറിൽ കടക്കുള്ളൂ. കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ആ ഒരു 95-ാം മിനിറ്റിൽ ഫുട്ബോളിലെ സുൽത്താൻ നെയ്മറിൻ്റെ കാലിൽ നിന്ന് ഒരു ചിപ്പ് ഷോട്ട് വരികയാണ്. ആ ചിപ്പ് ഷോട്ട് നേരെ വരുന്നത് സെർജിയോ റോബർട്ടോൻ്റെ ബൂട്ടുകളിലേക്ക്. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി. കാരണം അവർക്ക് ശ്വാസം കിട്ടണില്ല. ഈ ഒരു ഗോളും കൂടെ വീണാൽ ബാഴ്സ ജയിച്ചിട്ട് സെമിയിലേക്ക് ക്വാർട്ടറിലൊക്കെ കയറും. അപ്പോൾ പെട്ടെന്നാണ് ശ്വാസത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് അവിടെ കണ്ടത്. നേരെ ഗോൾ പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് ആ ഒരു ഗോൾ വീണപ്പോൾ സ്റ്റേഡിയം മൊത്തം ആവേശത്തിമിർപ്പിൽ. എന്നിട്ട് ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിച്ചു, ബാഴ്സലോണ 6, PSG 1, മെസ്സി, നെയ്മർ, സെർജിയോ റോബർട്ടോ ഗോളടിച്ച പ്ലേയേഴ്സിൻ്റെ സുവാരസ്. അത് കാണുമ്പോൾ കുറേ ആൾക്കാരെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ആ കണ്ണുനീരുണ്ടല്ലോ ഇപ്പോഴും ഓർമ്മ വരാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോട് പറയാനുള്ളത്, ഒന്നും ഒന്നിൻ്റെയും അവസാനമൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പല ടീമുകളും ചിലപ്പോൾ 10 വർഷങ്ങൾ 20 വർഷങ്ങളൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഒരു ടൂർണമെൻറ്റ് ഒന്നിൻ്റെയും അവസാനമല്ല. ഇത് ഫുട്ബോളാണ്. മെസ്സിയുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ് 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ, 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ. ഒരുപാട് ഫൈനലിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ അർജൻറ്റീനയ്ക്ക് നിരന്തരമായിട്ട് കിരീടം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും സങ്കടത്തിലായിരുന്നു. മെസ്സി പ്രത്യേകിച്ച്, ഫുട്ബോളിൻ്റെ രാജാവ്. അവസാനം 2024 ഒരു കിരീടം മെസ്സിയെ തേടിയെത്തിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇന്നലെ കുറേ പേര് സന്ദീപ് സിംഗിൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും മറ്റും കയറിയിട്ടൊക്കെ തെറി വിളിക്കുന്നത് കണ്ടു. ശരിക്കും അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? ദോഷമില്ലാതെ ടീമിന് ഒരു ഗുണമില്ല. നമുക്കറിയാലോ, മരണത്തോട് ജീവിതം ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് മനുഷ്യർ എന്നെ സ്നേഹിക്കുകയും നിന്നെ വെറുക്കുകയും ചെയ്യുന്നത്? മരണം പറഞ്ഞു, കാരണം നീ സുന്ദരമായൊരു നുണയും ഞാൻ ക്രൂരമായൊരു സത്യവുമാണ്. 2014 ISL സ്റ്റാർട്ട് ചെയ്തത് മുതൽ 2025 10-11 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു കാലയളവിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്ന്. പുതിയ ഒരുപാട് ആളുകൾ ഭൂമിയിലേക്ക് പുതിയതായിട്ട് ജനിച്ചു വീണിട്ടുമുണ്ട്. ഇവരൊക്കെ വരുന്നതും ഓരോ സ്വപ്നങ്ങളുമായിട്ടാണ്. കുറേ ആൾക്കാർ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോകുന്നത് തൻ്റെ പൂർത്തിയാക്കാത്ത സ്വപ്നങ്ങളുമായിട്ടൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ഫുട്ബോളിൽ എല്ലാവരുടെയും എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. ചിലത് നടക്കും, ചിലത് നടക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇന്നലെ അഡ്രിയാൻ ലൂണ മുംബൈ സിറ്റി FC-യുടെ 4 പ്ലേയേഴ്സിൻ്റെ ഇടയിൽക്കൂടെ ഇട്ടിട്ടുള്ള ആ ഒരു ത്രൂ ബോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ തിയാഗോ ആൽവസിന് നല്ലൊരു ഗോളാക്കാൻ കിട്ടിയിട്ടുള്ള ആ ഒരു അവസരം. പക്ഷേ ഗോളി മാത്രം മുന്നിൽ നിൽക്കുക, അദ്ദേഹം അത് പുറത്തേക്കാണ് അടിച്ചു കളഞ്ഞിട്ടുള്ളായിരുന്നത്. ശരിക്കും അതൊക്കെ ഒരു ഗോളായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോവായിരുന്നു, സന്ദീപ് സിംഗിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മാത്രം കാണാതെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് വെക്കാം. ISL സീസൺ തുടങ്ങാൻ 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. കളിച്ച് കാലൊടിഞ്ഞിട്ടും അടുത്ത ദിവസം പ്ലാസ്റ്റർ ഇട്ട കാലുമായി വീണ്ടും ഗ്രൗണ്ടിലെത്താൻ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളി ഒരു ഭ്രാന്താണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതെ, ഫുട്ബോൾ ഒരു ഭ്രാന്താണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ആവേശമാണ്. അതൊരു കളി ജയിച്ചത് കൊണ്ടോ തോറ്റത് കൊണ്ടോ ഒന്നും പോകുന്നതല്ല. ഒരു പ്ലേയേഴ്സിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. സന്ദീപ് സിംഗ് ആണെങ്കിൽ 2021 മുതൽ 2025 വരെ ഓരോ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ കളി മികവ് കണ്ടിട്ട് ബ്ലാസ്റ്റേഴ്സ് കരാർ ഇങ്ങനെ നീട്ടായിരുന്നു. 2021 മുതൽ 22 3 വർഷം കരാർ നീട്ടി. 25 എത്തിയപ്പോൾ വീണ്ടും 2027 വരെ കരാർ നീട്ടി. കാരണം അത്രത്തോളം മികച്ച പെർഫോമൻസ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്
പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കരാർ ഇങ്ങനെ നീട്ടുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് വലിയൊരു മിസ്റ്റേക്ക് പറ്റി. അദ്ദേഹം ഒന്ന് ഓർക്കണമായിരുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു കളിയായിരുന്നു. പക്ഷേ എന്നാലും ഫുട്ബോളിൽ ആ ഗ്രൗണ്ടിലെത്തി ആ ഒരു കളത്തിലെത്തി കളിക്കുമ്പോഴാണ് അതിൻ്റെ ടെൻഷനും പ്രഷറൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലാതെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ആ ഒരു ഇതിൽ അദ്ദേഹം ചെയ്തു പോയതാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, അദ്ദേഹത്തെ ഒരിക്കലും വെറുക്കരുത്, തെറി വിളിക്കരുത്. ഇൻസ്റ്റയിൽ പോയിട്ട് സപ്പോർട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ തോറ്റത് എന്തായാലും ജയിച്ചുകൊണ്ട് വരുന്നില്ലല്ലോ. തെറി വിളിച്ചുകൊണ്ട് തോറ്റത് റഫറി ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെയും അവസാനമല്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ പരിഹരിച്ച് കോച്ചിനൊന്നും പറയാനില്ല, നല്ലൊരു കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം പരിഹരിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ISLലേക്ക് സൂപ്പറായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.